അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനതൂബു ഇലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വസയ്യിആതി അഅ്മാലിനാ من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, കാരുണ്യവാനായ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് തിന്മകളിൽ നിന്ന് മാറി നിന്ന് കഴിയുന്നത്ര നന്മകൾ ചെയ്തുകൊണ്ട് നല്ല മനുഷ്യരായി നല്ല വ്യക്തിത്വങ്ങളായി ജീവിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അർഹമുർ-റാഹിമീനായ പടച്ച റബ്ബ് നാം ഏവരെയും രണ്ട് ലോകത്തും വിജയികളായ അവൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ ഇസ്ലാം അതിൻ്റെ അടിത്തറ ഏകദൈവ വിശ്വാസമാണ്, ഏകദൈവ ആരാധനയാണ്. അള്ളാഹുവിൻ്റെ ഏകത്വം അത് പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് അവന് മാത്രം ഇബാദത്തിൻ്റെ മുഴുവൻ അംശങ്ങളും സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. പക്ഷേ മുസ്ലിങ്ങളായിട്ടുള്ള കലിമത്ത് തൗഹീദ് പലപ്പോഴും പറയാറില്ല നമ്മുടെ ചുറ്റുപാടുള്ള പല സഹോദരങ്ങളും പല രൂപത്തിലും ഭാവത്തിലും അള്ളാഹുവിന് പുറമെയുള്ള പല കേന്ദ്രങ്ങളിലേക്കും പല ശക്തികളിലേക്കും അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ഇബാദത്തുകൾ സമർപ്പിക്കുന്ന, ആരാധനകൾ സമർപ്പിക്കുന്ന ദുഃഖകരമായിട്ടുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ പ്രദേശത്തുൾപ്പെടെ പല ഭാഗങ്ങളിലും
ഉറൂസുകളും നേർച്ചകളും ഒക്കെ നടക്കുകയാണ്. ചില ഭാഗങ്ങളിൽ ചന്ദനക്കുടങ്ങൾ, അതുപോലെ അപ്പവാണിഭ നേർച്ചകൾ, അങ്ങനെ പല രൂപത്തിലും ഭാവത്തിലുമൊക്കെ ഒരുപാട് മുസ്ലിം സഹോദരങ്ങൾ സഹോദരിമാർ ഇങ്ങനെയുള്ള നേർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് അള്ളാഹുവിൻ്റെ കിതാബ് പരിശുദ്ധ ഖുർആൻ അത് മുറുകെ പിടിച്ച്, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യ അതൊക്കെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ എന്നുള്ള നിലക്ക് ഇസ്ലാമിൻ്റെ ഈ വിഷയത്തിലുള്ള കൃത്യമായിട്ടുള്ള നിലപാട് നമ്മൾ അറിയേണ്ടതുണ്ട്. എന്താണ് ഈ നേർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മഹാനായിട്ടുള്ള ഇമാം അൽ അസ്ഫഹാനി റഹിമഹുല്ലാ, അദ്ദേഹത്തിൻ്റെ ലോകപ്രസിദ്ധമായിട്ടുള്ള ഗ്രന്ഥമുണ്ട് മുഫ്രദാത്ത് എന്ന് പറഞ്ഞിട്ട്. അതായത് പരിശുദ്ധ ഖുർആനിലെ പദങ്ങൾ, ചില വാക്കുകൾ, പ്രധാനപ്പെട്ട വാക്കുകൾ, അവയുടെ അർത്ഥങ്ങളും വിശദീകരണങ്ങളും ഒക്കെ പറയുന്ന ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്, അന്നദറു നേർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻ തൂജിബ അലാ നഫ്സിക മാ ലൈസ ബിവാജിബിൻ ലിഹുദൂസി അംരിൻ, അതായത് ഒരാളുടെ മേൽ നിർബന്ധമല്ലാത്ത ഒരു കർമ്മം, ഒരു നന്മ, അത് തൻ്റെ നഫ്സിന് മേൽ നിർബന്ധമാക്കുന്ന പ്രക്രിയയാകുന്നു നേർച്ച അല്ലെങ്കിൽ നെദർ എന്ന് പറയുന്നത്. എന്നിട്ട് പരിശുദ്ധ ഖുർആനിലെ ഇന്നി നദർതു ലിർറഹ്മാനി സൗമ എന്നുള്ള ആയത്ത് അദ്ദേഹം കൊടുക്കുകയാണ്. അതായത് ഐച്ഛികമായി സുന്നത്തായിട്ടുള്ള ഒരു നോമ്പ്, അത് ഞാൻ പരമകാരുണികനായ റബ്ബിന്, അവൻ്റെ മാർഗത്തിൽ ഞാൻ അനുഷ്ഠിക്കും എന്ന് റബ്ബിന് വാക്ക് കൊടുക്കുക. അതാണ് ഇന്നി നദർതു ലിർറഹ്മാൻ, പരമകാരുണികന് ഞാനിതാ തീർച്ചയായും നേർച്ചു നേർന്നിരിക്കുന്നു സൗമൻ, നോമ്പ്. അപ്പോൾ ഈ നേർച്ച എന്ന് പറയുന്നത് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇസ്ലാമിൽ ഇതിന് വമ്പിച്ച പ്രാധാന്യമുണ്ട്. 2-ാം അധ്യായം സൂറത്തുൽ ബഖറയുടെ 270-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും, വമാ അൻഫഖ്തും മിൻ നഫഖത്തിൻ, നിങ്ങൾ റബ്ബിൻ്റെ മാർഗത്തിൽ എന്ത് ചെലവഴിക്കുന്നുവോ, ആത്മാർത്ഥമായി കൊണ്ട് അള്ളാഹുവിൻ്റെ വജഹ് ഉദ്ദേശിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ തൃപ്തി മോഹിച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്ത് ചെലവഴിക്കുന്നുവോ, ഔ നദർതും മിൻ നദരിൻ, അല്ലെങ്കിൽ എന്ത് നേർച്ച നേരുന്നുവോ, ഫഇന്നല്ലാഹ യഅലമു, നിശ്ചയം അള്ളാഹു അത് അറിയുന്നു എന്നാണ്. അതായത് ആ നേർച്ച ഇസ്ലാമിക ശരീഅത്തനുസരിച്ചുള്ളതാണോ, അതുപോലെ ഇഖ്ലാസോടുകൂടിയുള്ളതാണോ, തീർച്ചയായും അത് അള്ളാഹു അറിയുകയും അത് അതിനനുസരിച്ച് പ്രതിഫലം നൽകുകയും ചെയ്യുമെന്ന് ആ വിശുദ്ധ വചനം രേഖപ്പെടുത്തുകയാണ്. സൂറ ആൽ ഇംറാനിന്റെ 35-ാമത്തെ വചനത്തിൽ കാണാം, മറിയം റളിയല്ലാഹു അൻഹയുടെ മാതാവ്, ഇദ് ഖാലത് ഇംറഅതു ഇംറാൻ റബ്ബി ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററ, അതിൽ രേഖപ്പെടുത്തുകയാണ്, ആ ആയത്തിൽ പറയുകയാണ്. അതായത് ഇമ്രാന്റെ പത്നി പറഞ്ഞ സന്ദർഭം, റബ്ബി, എൻ്റെ നാഥ, അള്ളാഹുവിനോടാണ് ഈ നേർച്ചകളൊക്കെ നിർവഹിക്കുന്നത്, എൻ്റെ രക്ഷിതാവേ, ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററ, എൻ്റെ വയറ്റിലുള്ള ഗർഭസ്ഥ ശിശുവിനെ ഇതാ നിന്റെ മാർഗത്തിൽ പരിശുദ്ധ ബൈത്തുൽ മുഖദ്ദസ് അത് പരിപാലിക്കുന്നതിന് വേണ്ടി നേർച്ചു നേർന്നിരിക്കുന്നു. ഫതഖബ്ബൽ മിന്നി ഇന്നക അൻതസ് സമീഉൽ അലീം, നീ അത് സ്വീകരിക്കണം, നീ എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണല്ലോ, അറിയുന്നവനുമാണല്ലോ, നീ അത് കബൂലാക്കണം എന്ന് അവർ പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ നേർച്ച നേരുക മാത്രമല്ല, അത് സ്വീകരിക്കാൻ റബ്ബിനോട് പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആനിലെ സ്വർഗത്തിന്റെ അഹ്ലുകാരെ കുറിച്ച്, സ്വർഗത്തിൽ പോകുന്ന ആളുകളെ കുറിച്ച്, അല്ലെങ്കിൽ സ്വർഗത്തിൽ പോകാൻ ഇന്ന ഇന്ന യോഗ്യതകൾ വേണം എന്ന് ഖുർആൻ പറയുമ്പോൾ
അതില് ഒരു കാര്യം പറയുന്നത്, ആ സ്വർഗത്തിലേക്ക് കടക്കുന്ന ആളുകൾ അവരുടെ ഈ ഐഹിക ജീവിതത്തിൽ അവർ നേർച്ച നേർന്നാൽ അത് നിറവേറ്റുന്നവരാകുന്നു എന്നുള്ളതാണ്. നേർച്ച നേർന്നിട്ട് അത് നിറവേറ്റാതെ പോകുക എന്നുള്ളത് തെറ്റായ കാര്യമാണ്, കുറ്റകരമായ സംഗതിയാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്തു ദഹറില് പറയുകയാണ്, ഇന്നൽ അബ്റാറ യശ്റബൂന മിൻ കഅസിൻ കാന മിസാജുഹാ കാഫൂറാ. പുണ്യവാന്മാരായ ആളുകൾ, സ്വർഗവാസികൾ സ്വർഗത്തിൽ അവര് ഒരു പാഞ്ഞ പാത്രത്തിൽ നിന്ന് അവർ കുടിക്കുന്നതാണ്. കാന മിസാജുഹാ കാഫൂറാ, അതിന്റെ മിശ്രിതം കർപ്പൂരം കൊണ്ടായിരിക്കും എന്നുള്ളതാണ്. അത് സ്വർഗത്തിലെയൊക്കെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു വസ്തുവാണ്, നമ്മൾ പരിചയപ്പെട്ട ഒന്നല്ല, അതിൻ്റെ പേര് മാത്രമാണ് നമുക്ക് പരിചയം. അതെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദാസന്മാര് കുടിക്കുന്ന ഒരു അരുവിയത്രേ. യുഫജ്ജിറൂനഹാ തഫ്ജീറാ, അതവര് പൊട്ടിച്ചൊഴുക്കും എന്നുള്ളതാണ്. എന്താണ് ആ സ്വർഗത്തിൽ ഇങ്ങനെ ഉന്നതമായിട്ടുള്ള പദവി അവർക്ക് ലഭിക്കാനുള്ള മഹാ അനുഗ്രഹങ്ങൾ അനുഭവിക്കാനുള്ള ഒരു യോഗ്യത എന്തായിരുന്നു അവർക്കുണ്ടായിരുന്നത്? യൂഫൂന ബിന്നദർ, അവർ നേർച്ചകൾ നിറവേറ്റുന്നവരായിരുന്നു. വയഖാഫൂന യൗമൻ, ഒരു ദിവസത്തെ അവർ ഭയപ്പെട്ടു. ആ ദിവസം എന്ന് പറയുന്നത് കാന ശർറുഹു മുസ്തതീറാ, ദോഷങ്ങള് തിന്മകള് പടർന്ന് പിടിക്കുന്ന ആ ദിവസത്തെയാണ് അവർ ഭയപ്പെട്ടും കൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ ആ ഖിയാമത്ത് നാളിനെ ഭയപ്പെട്ടുകൊണ്ട് നേർച്ചകൾ നിറവേറ്റുന്ന ആളുകളായിരുന്നു അവർ എന്നുള്ളതാണ്. അപ്പോ ഇസ്ലാമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്നത്തായിട്ട് ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യങ്ങള് അത് നമ്മൾ ചെയ്യും, ഞാൻ ചെയ്യും എന്ന് അള്ളാഹുവിന് വാക്ക് കൊടുക്കുമ്പോൾ അത് നേർച്ചയായി മാറുന്നു. ഇപ്പൊ നമസ്കാരം, സുന്നത്തായ നമസ്കാരമുണ്ടല്ലോ, ഹജ്ജ്, നിർബന്ധമായ ഹജ്ജ് കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹത്തിന് സുന്നത്തായ ഹജ്ജ് പിന്നീടുള്ള വർഷങ്ങളിൽ ആവശ്യമാണെങ്കിൽ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇങ്ങനെ നമസ്കാരമാകട്ടെ, ഹജ്ജാകട്ടെ, ഉംറയാകട്ടെ, നോമ്പാകട്ടെ, അതുപോലെ തന്നെ മറ്റ് ഇസ്ലാമിൽ സുന്നത്തായി കൽപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങള് അതൊക്കെ ചെയ്യും എന്ന് അള്ളാഹുവിന് വാക്ക് കൊടുക്കുക, അതാണ് നേർച്ച. അങ്ങനെയുള്ള നേർച്ച ചെയ്യാം. പക്ഷേ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഒരു നേർച്ചയുടെ രൂപം എന്താ? എൻ്റെ അസുഖം മാറിയാൽ ഞാൻ ഒരു ആടിനെ അറുത്ത് പാവങ്ങൾക്ക് നേർച്ച ചെയ്യും. എൻ്റെ കുട്ടി പരീക്ഷയിൽ പാസ്സായാൽ ഞാൻ ഒരു മാടിനെ അറുത്ത് നേർച്ച ചെയ്യും. അങ്ങനെ അള്ളാഹുവിനോട് നിബന്ധന വെക്കുകയാണ്, അള്ളാഹുവിനോട് കണ്ടീഷൻ വെക്കുകയാണ്. എൻ്റെ ഉപ്പയുടെ അസുഖം മാറിയാൽ ഞാൻ അറുക്കും എന്ന് പറഞ്ഞാൽ മാറിയില്ല എങ്കിൽ അറുക്കുകയില്ല എന്നാണ്. അതായത് ഒരു തരം പിശുക്കത്തരമാണ് അതിൽ വെളിവാകുന്നത്. അപ്പോ അങ്ങനെയുള്ള നേർച്ചകൾക്ക് അന്നദുറുൽ മുഅല്ലഖ് എന്ന് പറയും, നിബന്ധന വെച്ചുകൊണ്ടുള്ള നേർച്ച. അത് പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറയുന്നത് മക്റൂഹൻ, വെറുക്കപ്പെട്ടതാണ് എന്നുള്ളതാണ്. നമ്മൾ എങ്ങനെയാ നേർച്ച നേരുക? നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആത്മാർത്ഥമായിക്കൊണ്ട് ഇതാ റബ്ബേ, ഞാൻ നിന്റെ മാർഗത്തിൽ നിന്റെ പ്രതിഫലം മാത്രം ഓർത്തുകൊണ്ട് ഈ ചുറ്റുപാടുള്ള എൻ്റെ അയൽവാസികളും അതുപോലെ പാവപ്പെട്ടവരും രോഗികളും അതുപോലെ വിധവകൾ, അനാഥകൾ, അഗതികൾ, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഈ ഉരുവിനെ അറുത്തിട്ട് അവർക്ക് മാംസം വിതരണം ചെയ്യും എന്ന് നമ്മൾ മനസ്സിൽ കരുതി അള്ളാഹുവിന് വാക്ക് കൊടുക്കുക. അങ്ങനെ ചെയ്യുകയാണ്, അതാണ് വേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ അള്ളാഹുവിലേക്ക് അടുക്കുകയാണ്.
ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുകയാണ്. ആ ആരാധനാ കർമ്മം, ആ അറവ്, ആ നേർച്ച പരിഗണിച്ചുകൊണ്ട് ഒരുപക്ഷെ നമ്മുടെ രോഗങ്ങൾ മാറ്റി അള്ളാഹു നമുക്ക് അനുഗ്രഹം പ്രദാനം ചെയ്തേക്കാം എന്ന് മനസ്സിലാക്കുക. നിബന്ധനകൾ വെച്ചുകൊണ്ടുള്ള ഒരു നേർച്ച എന്ന് പറയുന്നത് അത് വെറുക്കപ്പെട്ടതാണ്, മക്രൂഹാണ് എന്ന് നമ്മൾ സൂചിപ്പിച്ചു. ചില പണ്ഡിതന്മാർ അത് ഹറാമാണ് എന്ന് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി നിങ്ങൾ നോക്കൂ, ശരിയായിട്ടുള്ള ഒരു നേർച്ച, ആ നേർച്ച ഒരാൾ നേർന്നു, എന്നാൽ അത് നിറവേറ്റിയില്ല എങ്കിലോ അദ്ദേഹം പ്രായശ്ചിത്തം നൽകണം എന്നുള്ളതാണ്, കഫാറത്ത് നൽകണം എന്നുള്ളതാണ്. ഒരാൾ നേർച്ച നേർന്നു എന്നിട്ട് അദ്ദേഹത്തിന് സാധ്യമല്ല എങ്കിൽ ഫകഫാറതുഹു, അതിന്റെ പ്രായശ്ചിത്തം എന്ന് പറയുന്നത് കഫാറത്തുൽ യമീൻ, സത്യം ലംഘിച്ചാൽ ചെയ്യേണ്ടുന്ന പ്രായശ്ചിത്തമാകുന്നു എന്ന് ഇമാം അബൂദാവൂദിന്റെ സുനനിൽ പ്രവാചകന്റെ വചനം വന്നിട്ടുണ്ട്. എന്താണ് ഈ സത്യം ലംഘിച്ചാലുള്ള പ്രായശ്ചിത്തം എന്ന് പറയുന്നത്? അത് പരിശുദ്ധ ഖുർആനിന്റെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയുടെ 89-ാമത്തെ വചനത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. സത്യം, ഒരാൾ സത്യം ചെയ്തു അത് ലംഘിച്ചാൽ ഫകഫാറതുഹു, അതിന്റെ പ്രായശ്ചിത്തം ഇത്ആമു 10 മസാകീൻ, 10 സാധുക്കൾക്ക് ഭക്ഷണം നൽകലാണ്. മിൻ ഔസതി മാ തുതഇമൂന അഹ്ലീകും, നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാർക്ക് നൽകുന്ന ഒരു ഇടത്തരം ഭക്ഷണം, അതായത് വലിയ വിലപിടിപ്പുള്ളത് വേണ്ട, പറ്റേ വില കുറഞ്ഞതാകാൻ പാടില്ല, ഒരു മീഡിയം ലെവലിലുള്ള ആ ഭക്ഷണം 10 സാധുക്കൾക്ക് നൽകണം. ഔ കിസ്വതുഹും, അല്ലെങ്കിൽ 10 സാധുക്കൾക്ക് വസ്ത്രം നൽകണം എന്നുള്ളതാണ്. ശരീരം മറയുന്ന വസ്ത്രമായിരിക്കണം നൽകേണ്ടത്. ഔ തഹരീറു റഖബ, അല്ലെങ്കിൽ അടിമയെ മോചിപ്പിക്കണം. ഇനി ഇതിനൊന്നും കഴിഞ്ഞില്ല എങ്കിലോ ഫമല്ലം യജിദ് ഫസിയാമു 3 അയ്യാം, 3 ദിവസത്തെ നോമ്പ് അവൻ അനുഷ്ഠിക്കണം എന്നാണ്. ഇത് പ്രായശ്ചിത്തമാണ്. അപ്പൊ നേർച്ച നേർന്നിട്ട് അത് നിറവേറ്റിയില്ലെങ്കിൽ ഇത് ചെയ്യണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ചില ആളുകൾ നേർച്ച നേരും. എന്താണ് നേർച്ച? അത് ഇസ്ലാമിക വിരുദ്ധമായിട്ടുള്ള നേർച്ചകൾ. പ്രവാചകന്റെ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ചില നേർച്ചകൾ നടന്നിട്ടുണ്ട്. അത് പ്രവാചകൻ അറിഞ്ഞപ്പോൾ അത് തിരുത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കൊണ്ടൊരു വചനം ഇപ്രകാരമാണ്: ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ വഫാഅ ലിനദ്രിൻ ഫീ മഅസിയ, അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ടുള്ള നേർച്ചയുണ്ടല്ലോ അത് പൂർത്തീകരിക്കരുത് എന്നുള്ളതാണ് പ്രവാചകന്റെ വചനം. എന്നിട്ട് നിങ്ങൾ നോക്കൂ, സഹീഹുൽ ബുഖാരിയിലെ 1865 നമ്പറായി നൽകുന്ന ഒരു വചനം, അനസ് റളിയല്ലാഹു തആല അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റആ ശൈഖൻ, ഒരു വൃദ്ധനെ കണ്ടു, യുഹാദാ ബൈന ഇബ്നൈഹി, അദ്ദേഹത്തിന്റെ 2 മക്കളുടെ 2 പുത്രന്മാർ, ആ പുത്രന്മാരുടെ തോളിൽ കൈയിട്ടുകൊണ്ട് ഇദ്ദേഹം ഇങ്ങനെ നടക്കുകയാണ്. അപ്പോ അത് കണ്ടപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, മാ ബാലു ഹാദാ, എന്താണ് ഈ മനുഷ്യന്റെ അവസ്ഥ, എന്തിനാണ് അങ്ങനെ പ്രയാസപ്പെട്ട് നടക്കുന്നത് എന്ന്. ഖാലു, അപ്പോ ജനങ്ങൾ പറഞ്ഞു, നദറ അൻ യംഷിയ, അദ്ദേഹം നടക്കാൻ വേണ്ടിയിട്ട് നേർച്ച നേർന്നിരിക്കുകയാണ്. ഖാൽ, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ഇന്നല്ലാഹ അൻ തഅദീബി ഹാദാ നഫ്സ ലഗനിയുൻ, ഒരാള് സ്വന്തത്തെ പീഡിപ്പിക്കുന്നത് അള്ളാഹു വിരോധിച്ചിരിക്കുന്നു. അള്ളാഹുവിന് അങ്ങനെയുള്ള ആരാധന വേണ്ടതില്ല. അള്ളാഹു ലഗനിയുൻ, ധന്യനാണ്. എന്നിട്ട് വഅമറഹു, പ്രവാചകൻ അദ്ദേഹത്തോട് കൽപ്പിച്ചു, എന്ത്? അയ്യർകബ്, വാഹനത്തിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള നേർച്ച അത് പ്രവാചകൻ വിലക്കി എന്നുള്ളതാണ്. ഇത് ബുഖാരിയുടെ ഉദ്ധരണമാണ്. ഇമാം അബൂദാവൂദിന്റെ സുനനിൽ 3300-ാമത്തെ വചനം ഇപ്രകാരമാണ്: ബൈനമൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ യഖ്തുബു ഇദാ ഹുവ ബിറജുലിൻ ഖായിമിൻ, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രസംഗം നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്, ജനങ്ങളോട് ഉത്ബോധിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോഴതാ ഒരു മനുഷ്യൻ
ഇദാ ഹുവ ബിറജുലിൻ ഖായിമിൻ ഫിശ്ശംസ്, വെയിലത്തൊരു മനുഷ്യൻ ഇങ്ങനെ നിൽക്കുകയാണ്. ഫസഅല അൻഹു, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗം അത് നിർത്തി ആ മനുഷ്യനെ കുറിച്ച് ചോദിച്ചു. ഖാലു, അവർ പറഞ്ഞു, ഹാദാ അബൂ ഇസ്രായീൽ നദറ അൻ യഖൂമ വലാ യഖഉദ. അത് അബൂ ഇസ്രായീൽ എന്ന് പേര് പറയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം എഴുന്നേറ്റ് നിൽക്കാൻ, ഇങ്ങനെ നിൽക്കാൻ വേണ്ടി നേർച്ച നേർന്നിട്ടുണ്ട്. വലാ യഖഉദ്, ഇരിക്കുകയില്ല. വലാ യസ്തളിൽ, അങ്ങനെ നിൽക്കുക മാത്രമല്ല തണല് കൊള്ളുകയില്ല എന്നും നേർച്ച നേർന്നിട്ടുണ്ട്. മാത്രമല്ല വലാ യതകല്ലം, സംസാരിക്കുകയില്ല എന്ന് നേർച്ചയുണ്ട്. വയസൂം, നോമ്പ് നോറ്റുകൊണ്ടാണ് ആ നിൽക്കുന്നത്. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ നേർച്ചയുടെ രൂപം. ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മുറൂഹു, നിങ്ങൾ അദ്ദേഹത്തോട് കൽപ്പിക്കുക, ഫലിയതകല്ലം, അദ്ദേഹം സംസാരിക്കട്ടെ, വലിയസ്തളിൽ, അദ്ദേഹം തണല് കൊള്ളട്ടെ, വലിയഖുദ്, അദ്ദേഹം ഇരിക്കട്ടെ, വലിയുതിമ്മ സൗമഹു, അദ്ദേഹത്തിന്റെ നോമ്പ് അദ്ദേഹം പൂർത്തീകരിക്കട്ടെ. സഹിഹായിട്ടുള്ള വചനമാണ്. അപ്പൊ ഇങ്ങനെയുള്ള നേർച്ചകള് അതൊക്കെ പ്രവാചകൻ തിരുത്തുകയാണ്. ഇനി നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ, പ്രവാചകന്റെ കാലഘട്ടത്തില് അവിടുത്തെ ബഹുദൈവ വിശ്വാസികള് അവർ നേർച്ച നേർന്നിരുന്നു. എന്തിന്? മരണപ്പെട്ടു പോയ മഹാത്മാക്കൾക്ക്, ബിംബങ്ങൾക്ക്, വിഗ്രഹങ്ങൾക്കൊക്കെ അവർക്ക് കൃഷി, അതുപോലെ കന്നുകാലി, ഇതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നേർച്ച നേരും. വജഅലൂ ലില്ലാഹി മിമ്മാ ദറഅ മിനൽ ഹർസി വൽ അൻആമി നസ്വീബാ, കന്നുകാലികളിൽ നിന്ന്, കൃഷിയിൽ നിന്ന് അവർ അല്ലാഹു തആല ഉണ്ടാക്കിയിട്ടുള്ള, സൃഷ്ടിച്ചിട്ടുള്ള ഈ വസ്തുക്കളിൽ നിന്നൊക്കെ അല്ലാഹുവിനൊരു ഓഹരി അവർ വെക്കും. എന്നിട്ട് ഫഖാലു, അവർ പറയും, ഹാദാ ലില്ലാഹി ബിസഅമിഹിം, അവരുടെ ജൽപ്പന പ്രകാരം ഇത് അല്ലാഹുവിനുള്ളതാണ്. വഹാദാ ലിശുറകാഇനാ, ഇത് ഞങ്ങളുടെ പങ്കാളികൾക്കുള്ളതാണ്. മരണപ്പെട്ടു പോയ മഹാത്മാക്കൾ, ബിംബങ്ങൾ, വിഗ്രഹങ്ങൾ, അങ്ങനെയുള്ള മൂർത്തികൾക്കൊക്കെ. എന്നിട്ട് അല്ലാഹു പറയാണ്, ഫലാ യസ്ലു ഇലല്ലാഹ് ഫമാ കാന ലിശുറകാഇഹിം ഫലാ യസ്ലു ഇലല്ലാഹ്, അവരുടെ പങ്കാളികൾക്കുള്ളത് അല്ലാഹുവിലേക്ക് എത്തുകയില്ല. വമാ കാന ലില്ലാഹി ഫഹുവ യസ്ലു ഇലാ ശുറകാഇഹിം, അല്ലാഹുവിനുള്ളതാകട്ടെ അവരുടെ പങ്കാളികൾക്ക് എത്തുകയും ചെയ്യും. സാഅ മാ യഹ്കുമൂൻ, അവർ വിധിക്കുന്നത്, അവരുടെ ജൽപ്പനം അവർ ചെയ്യുന്നത് വളരെ മോശമാണ് എന്നുള്ളതാണ്. ഇത് മാത്രമല്ല, നിങ്ങൾ കണ്ടിട്ടില്ലേ, ഓരോ ജാറങ്ങളിലേക്ക്, ദർഗകളിലേക്ക് ആടിനെ നേർച്ചയാക്കിയിട്ട് അങ്ങോട്ട് വിടുന്നത് കണ്ടിട്ടില്ലേ? കോഴി നേർച്ചയാക്കിയിട്ട് പ്രത്യേകം അതിനെ പോറ്റി വളർത്ത് അങ്ങനെ കൊണ്ടു നടക്കാറില്ലേ ആളുകൾ? സഹോദരങ്ങളെ, ഇതിൻ്റെ അടിസ്ഥാനം എവിടെയാണ്? അത് മക്കയിലെ ബഹുദൈവ വിശ്വാസികളായ മുശ്രിക്കുകളുടെ സ്വഭാവമാണ് എന്ന് പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ മാഇദ 5-ാം അധ്യായം 103, 104 വചനങ്ങളിൽ നമുക്ക് വായിക്കാൻ വേണ്ടി കഴിയും. മാ ജഅലല്ലാഹു മിൻ ബഹീറത്തിൻ വലാ സായിബത്തിൻ വലാ വസീലത്തിൻ വലാ ഹാം, അല്ലാഹു തആല ബഹീറയെയോ സായിബയെയോ വസീലയെയോ ഹാമിനെയോ നിശ്ചയിച്ചിട്ടില്ല. വലാകിന്നല്ലദീന കഫറൂ, പക്ഷേ സത്യനിഷേധികൾ യഫ്തറൂന അലല്ലാഹിൽ കദിബ്, അല്ലാഹുവിന്റെ മേലെ കളവ് കെട്ടിച്ചമക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. വഅക്സറുഹും ലാ യഅഖിലൂൻ, ഭൂരിഭാഗവും അവർ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. വഇദാ ഖീല ലഹും തആലൂ ഇലാ മാ അൻസലല്ലാഹ് വഇലർ റസൂൽ, അവരോട് പറയപ്പെട്ടാൽ നിങ്ങൾ അല്ലാഹു അവതരിപ്പിച്ചതിലേക്ക്, റസൂലിന് നൽകിയിട്ടുള്ള ദിവ്യബോധനത്തിലേക്ക്, അല്ലാഹുവിന്റെ റസൂലിലേക്ക് അവർ മടങ്ങി വരൂ എന്നവരോട് പറയപ്പെട്ടാൽ, ഫഖാലു, അവർ പറയും, ഹസ്ബുനാ മാ വജദ്നാ അലൈഹി ആബാഅനാ, ഞങ്ങൾക്ക് ഞങ്ങളുടെ പിതാക്കന്മാർ, കാരണവന്മാർ എങ്ങനെയാണോ ഞങ്ങളവരെ കണ്ടത്, ആ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആ വിശ്വാസങ്ങളും മതി എന്നവർ പറയും. അവലൗ കാന ആബാഉഹും ലാ യഅലമൂന ശൈആ വലാ യഹ്തദൂൻ,
യഅലമൂൻ. അവരുടെ പിതാക്കന്മാർ ഒന്നും അറിയാത്ത വിവരദോഷികളാണെങ്കിലും സന്മാർഗം പ്രാപിക്കാത്തവരാണെങ്കിലും ആ കാരണവന്മാരുടെ ആ പിതാക്കന്മാരുടെ വിശ്വാസ ആചാരങ്ങൾ പുലികിയാൽ മതി എന്ന് അവർ വിചാരിക്കും എന്നുള്ളതാണ്. സഹോദരങ്ങളെ, നിങ്ങൾ നോക്കൂ, ഈ ഒട്ടകം, അതുപോലെ തന്നെ മാടുകൾ, ആടുകൾ, അങ്ങനെയുള്ള മൃഗങ്ങൾ, അവരൊക്കെ നേർച്ച മൃഗങ്ങളാക്കി മാറ്റും. അതാണ് ഈ ബഹീറ, അതുപോലെ തന്നെ സായിബ, വസീല എന്നൊക്കെ പറയുന്നത്. സഹീഹുൽ ബുഖാരിയിൽ 3521 വചനത്തിൽ കാണാം, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, റഅയ്തു അംർ ഇബ്നു ആമിർ ഇബ്നു ലുഹയ്യ്, അതായത് അംർ ഇബ്നു ആമിർ ഇബ്നു ലുഹയ്യ് അൽ ഖുസാഇ എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ കണ്ടു. എവിടെയാണ് കാണുന്നത്? യജുറു ഖുസ്ബഹു ഫിന്നാർ, നരകത്തിൽ അദ്ദേഹത്തിൻ്റെ കുടൽമാലകൾ, ആമാശയം, ഇതൊക്കെ വലിച്ചഴക്കുന്നതായിട്ട് ഞാൻ അദ്ദേഹത്തെ കണ്ടു. എന്താ കാരണം? വകാന അവ്വല മൻ സയ്യബ സവായിബ്, അദ്ദേഹമാണ് ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് അള്ളാഹുവിന് പുറമെയുള്ള ശക്തിക്ക് വേണ്ടി സായിബ് അഥവാ ഒരു മൃഗത്തെ നേർച്ച മൃഗമാക്കിയിട്ട് അങ്ങനെ വിട്ടത് എന്നുള്ളതാണ്. അതുകൊണ്ട് അദ്ദേഹം നരകത്തിൽ പോയി എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഇത് മഹാപാപമാണ്, ഷിർക്കാണ് എന്ന് നമ്മൾ അറിയുക. 6-ാം അധ്യായം 162 പറയുന്നത്, ഖുൽ, നബിയെ പറയുക, ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, എൻ്റെ നമസ്കാരം, എൻ്റെ ബലികർമ്മം, എൻ്റെ നേർച്ചകള്, എൻ്റെ ജീവിതം, എൻ്റെ മരണം, ഇതൊക്കെ സർവ്വലോകങ്ങളുടെയും രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു എന്നാണ്. എല്ലാ സംഗതികളും റബ്ബിന് പുറമെയുള്ള ശക്തികൾക്ക് പാടില്ല. ഇവിടെ ഇതാ വലിയ ബോർഡുകൾ വെച്ചിരിക്കുന്നു, വലിയ ഉറൂസ് നേർച്ചകളാണത്രേ. സഹോദരങ്ങളെ, അത് വിശുദ്ധ ഖുർആനിൻ്റെ വിപരീതമാണ്, അത് ശിർക്കൻ പ്രവർത്തനമാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, മഹാനായിട്ടുള്ള ഇമാം നവവി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ ശർഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തുകയാണ്, ഇങ്ങനെയുള്ള നേർച്ചകൾക്ക് അറവ് നടത്തുന്നുണ്ടല്ലോ. എന്തിനാണ് ആ അറവ്? അതായത് ഒരു വലിയൻ്റെ, ഒരു മഹാന്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ ബറക്കത്ത്, അദ്ദേഹത്തിൻ്റെ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ആ അറവ്. ആ അറവിനെ കുറിച്ച് പറയാണ്, അള്ളാഹുവിന് പുറമെയുള്ളവർക്ക് വേണ്ടിയുള്ള അറവ്, ഫൽ മുറാദു ബിഹി, അതുകൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത് അള്ളാഹുവിന് പുറമെയുള്ള ആളുകളുടെ നാമത്തിൽ അറക്കുക എന്നുള്ളതാണ്. ബിസ്മി ചൊല്ലിക്കൊണ്ടാണ് അറവെങ്കിലും അവരുടെ മനസ്സിലുള്ള ഉദ്ദേശം എന്താണ്? ഒരുപക്ഷേ ഇതാ ആ മഖബറയിൽ മറമാടപ്പെട്ട് കിടക്കുന്ന വലിയൻ്റെ പുണ്യം, അദ്ദേഹത്തിൻ്റെ ശുപാർശ, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടാകാൻ വേണ്ടിക്കൊണ്ടാണ്. അവൻ ആരെ പോലെയാണ്? ഇമാം നബി പറയാൻ, കമൻ ദബഹ ലിസ്വനമി ഔ ലിസ്വലീബ്, വിഗ്രഹത്തിന് വേണ്ടി അറുത്തവനെ പോലെയാണ്, അല്ലെങ്കിൽ കുരിശിന് വേണ്ടി അറുത്തവനെ പോലെയാണ്. ഔലി മൂസ ഔലി ഈസാ സ്വല്ലല്ലാഹു അലൈഹിമ, അല്ലെങ്കിൽ മൂസാ നബിക്കോ ഈസാ നബിക്കോ അറുത്തവനെ പോലെയാണ്. ഔലിൽ കഅബ, അല്ലെങ്കിൽ കഅബക്ക് അറുത്തവനെ പോലെയാണ്. ഇതൊന്നും പാടില്ല, അല്ലാഹുവിന് മാത്രം. എന്നിട്ട് അദ്ദേഹം പറയാൻ, അതുപോലെയുള്ള ശക്തികൾ കറുത്താൽ ഫകുല്ലു ഹാദാ ഹറാം, ഇതൊക്കെ ഹറാമാണ്, നിഷിദ്ധമാണ്. വലാ തഹില്ലു ഹാദിഹി ദബീഹ, ആ മാംസം എത്ര ടേസ്റ്റ് ഉണ്ടെങ്കിലും ശരി, അത് ഹലാലല്ല. വലാ തഹില്ലു ഹാദിഹി ദബീഹ, ഈ അറുത്ത മാംസം അത് ഹലാലല്ല. സവാഉൻ കാനത് ദാബിഹു മുസ്ലിമൻ ഔ നസ്റാനിയൻ, മുസ്ലിമാണ് അറുത്തതെങ്കിലും ക്രിസ്ത്യാനിയാണ് അറുത്തതെങ്കിലും ഔ യഹൂദിയൻ, ജൂതനാണ് അറുത്തതെങ്കിലും. നസ്സ അലൈഹി ഷാഫിഈ, മഹാനായ ഇമാം ഷാഫി ഖണ്ഡിതമായ ആ കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. സഹോദരങ്ങളെ, അപ്പം നമ്മുടെ വീട്ടിലേക്ക് അങ്ങനെയുള്ള മാംസം കിട്ടിയാൽ പോലും നമ്മളത് കഴിക്കാൻ പാടില്ല, കാരണം ഹറാമിൻ്റെ ഭക്ഷണമാണ്. നമ്മുടെ തൗഹീദ്, അതിൽ കളങ്കം വരുന്ന ഒരു കാര്യവും നമ്മൾ ചെയ്തുകൂടാ. വളരെ വ്യക്തമായി കൊണ്ട് ഇസ്ലാം ഈ കാര്യം പഠിപ്പിക്കുകയാണ്. ഫസ്വല്ലി ലിറബ്ബിക വൻഹർ, നിന്റെ റബ്ബിന് വേണ്ടി നീ നമസ്കരിക്കുക, ബലികർമ്മം നിർവഹിക്കുക. അതാണ് ഇസ്ലാം നൽകുന്ന പാഠം. സഹോദരങ്ങളെ, അപ്പൊ ഇങ്ങനെയുള്ള നേർച്ച എന്താണെന്ന് മനസ്സിലാക്കുക. അള്ളാഹു ഇഷ്ടപ്പെടുന്ന നേർച്ച എന്ത്, അള്ളാഹു നിഷിദ്ധമാക്കിയ നേർച്ച എന്ത് എന്ന് കൃത്യമായി അറിയുക. അള്ളാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അമ്മാ ബഅദ്. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നല്ല മനുഷ്യരായി സാധിക്കുന്നത്ര പുണ്യകർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, രണ്ട് കാര്യങ്ങൾ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. ഒന്ന്, നമ്മുടെ പള്ളി ഫണ്ട്. പള്ളി ഫണ്ട് എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ഭവനങ്ങൾ പരിപാലിക്കുവാനും അതിൻ്റെ പല പ്രവർത്തനങ്ങൾക്കും വേണ്ടിയൊക്കെ ഉള്ള പള്ളി നിർമ്മാണം, പള്ളി പരിപാലനം, അതിനൊക്കെയുള്ള ഒരു ഫണ്ടാണ്. അപ്പോൾ അതിന് ഇവിടെ അതിൻ്റെ കളക്ഷനുണ്ട്. അതിന് സാധിക്കുന്ന സംഭാവനകൾ നൽകി സഹകരിക്കുക. അത് വളരെ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ വജഹ് ഉദ്ദേശിച്ചുകൊണ്ട് നന്മയുള്ള മനസ്സോടുകൂടെ അതിൽ ഭാഗമാക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന് ഇവിടെ സൂചിപ്പിക്കുവാനുള്ളത്, അടുത്ത ദിവസം ഈ പ്രദേശത്ത് നടക്കുന്ന ഈ ഭിന്നശേഷിക്കാരായിട്ടുള്ള സാധുക്കളായ ആ സഹോദരിമാരുടെ ഒരു സംഗമമുണ്ട് എന്നറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ജീവിതത്തിൽ വലിയ പരീക്ഷണങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണല്ലോ. അംഗഭംഗം ഉണ്ടായിട്ടുള്ള ആളുകൾ, അതുപോലെ നടക്കാൻ വയ്യാത്തവർ, ശരിക്കും ഇരിക്കാൻ പോലും വയ്യാത്തവർ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ വലിയ പരീക്ഷണങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ അനുഭവിക്കുന്നവരാണ്. അവരുടെ മനസ്സിന് അല്പസമയമെങ്കിലും സന്തോഷം നൽകാൻ നമ്മൾ കാരണമായാൽ തീർച്ചയായും അത് വലിയൊരു നന്മയാണ്. അപ്പോൾ അതുമായി സാമ്പത്തികമായി മറ്റൊക്കെ സഹകരിക്കുക, നന്മയിൽ സഹകരിക്കുക, തിന്മയിൽ സഹകരിക്കാതിരിക്കുക. അതാണ് ആ കാര്യത്തെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും നന്മകൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ, അള്ളാഹുവിൻ്റെ ഇഷ്ടവും തൃപ്തിയും പൊരുത്തവും സമ്പാദിക്കുവാൻ അള്ളാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ചില ആളുകൾ പ്രത്യേകം ഈ സന്ദർഭത്തിൽ ജുമുഅയുടെ അവസാനം, ഈ ഖുതുബയുടെ അവസാനം പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്ട്രോക്ക് വന്ന് വലിയ കോഴിക്കോട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട, അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഷിഫയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വലിയ രോഗങ്ങൾ ബാധിച്ച് കിടക്കുന്ന ആളുകൾ, റഹ്മാനായ നാഥ, നിൻ്റെ മഹത്തായ ഫള് കൊണ്ട്, നിൻ്റെ റഹ്മത്ത് കൊണ്ട് അവർക്ക് ഷിഫ നൽകി അനുഗ്രഹിക്കണമേ. മരിക്കുന്ന സന്ദർഭത്തിൽ ഈമാനോടുകൂടെ മരണമടയുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹുവേ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ. റഹ്മാനായ നാഥ, മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ. ജന്നാത്തുൽ ഫിർദൗസ് നൽകി അവരെയും ഞങ്ങളെയും നീ അനുഗ്രഹിക്കണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم وارحمنا إنك أنت أرحم الراحمين.